ശ്രീ ഗുരുഭ്യോ നമഃ. എല്ലാവർക്കും നമസ്കാരം. അടുത്തതായി നമ്മൾ ശ്രീ കാമകലാവിലാസത്തിലെ 45-ാമത്തെ ശ്ലോകമാണ് നോക്കാൻ പോണത്. ശ്രീചക്രത്തിലെ 16 ഇതളുകളുള്ള ഷോഡശതല കമലം സർവാശാ പരിപൂരക ചക്രം എന്ന 2ാമത്തെ ആവരണത്തിന്റെ വിവരണമാണ് ഈ ശ്ലോകത്തിൽ. 45-ാം ശ്ലോകം നോക്കാം. ഭൂതാനിന്ദ്രിയദശകം മനശ്ച ദേവ്യ വികാരഷോഡശകം കാമാകർഷിണ്യാദിസ്വരൂപതഃ ഷോഡശാരം അധ്യാസ്തേ. അപ്പോൾ അർത്ഥം ഇങ്ങനെയാണ്. ദേവ്യാഹ പരദേവതയുടെ ഇന്ദ്രിയദശകം ഇന്ദ്രിയങ്ങൾ 10, മനശ്ച മനസ്സും, ഭൂതാനി പഞ്ചഭൂതങ്ങളും ആകുന്ന വികാര ഷോഡശകം 16 വികാരങ്ങളും, കാമാകർഷണ്യാദി സ്വരൂപതഃ കാമാകർഷണി ബുദ്ധ്യാകർഷണി മുതലായ ശക്തികളുടെ സ്വരൂപം സ്വീകരിച്ച് ഷോഡശാരം 16 ദളങ്ങളോടുകൂടിയ കമലത്തിൽ അധ്യാസ്തേ അധിഷ്ഠിതങ്ങളായിരിക്കുന്നു. വളരെ സരളമായിട്ടുള്ള അർത്ഥമാണ്. പരദേവതയായ ശ്രീ മഹാത്രിപുര സുന്ദരിയുടെ 5 ജ്ഞാനേന്ദ്രിയങ്ങൾ, 5 കർമ്മേന്ദ്രിയങ്ങൾ, 5 ഭൂതങ്ങൾ, പിന്നെ അന്ധക്കരണമായ മനസ്സ് എന്നീ 16 അവയവങ്ങളുടെ ഗുപ്തമായ വികാരങ്ങൾ ശക്തിരൂപത്തിൽ ഗുപ്ത യോഗിനികളായി ഷോഡശതല കമലം എന്നറിയപ്പെടുന്ന സർവാശാ പരിപൂരക ചക്രം എന്ന പേരുള്ള 2ാമത്തെ ആവരണത്തിൽ സ്ഥിതി ചെയ്യുന്നു എന്ന് അർത്ഥം. ഇന്ദ്രിയങ്ങളും അന്ധക്കരണങ്ങളും നേരത്തെ തന്നെ ചതുർദശാരത്തിലെ സമ്പ്രദായ യോഗിനികളുടെ സ്വരൂപങ്ങളായി പറഞ്ഞിട്ടുള്ളതാണ്. ആ കരണങ്ങളുടെ വികാരങ്ങൾ ആണ് ഗുപ്തയോഗിനികൾ എന്ന് പറഞ്ഞിട്ടുള്ളത് എന്നത് ശ്രദ്ധിക്കണം. എന്താണ് ഈ വികാരങ്ങൾ എന്ന് വെച്ചാൽ, ഈ ഒരു കോണ്ടെക്സ്റ്റിൽ സ്പന്ദങ്ങളാണ് വികാരങ്ങൾ എന്ന് യോഗിനി ഹൃദയം പറയുന്നുണ്ട്. മാത്രമല്ല, സേതുബന്ധത്തിൽ ശ്രീ ഭാസ്കര റായർ പറഞ്ഞിട്ടുള്ള 16ന്റെ കണക്കിൽ പഞ്ചഭൂതങ്ങൾക്ക് പകരം പഞ്ചപ്രാണനുകളെ ആണ് പറഞ്ഞിട്ടുള്ളത്. ദേവിയുടെ അന്തരംഗ അവയവം എന്ന നിലയ്ക്ക് ഈ പഞ്ചപ്രാണനുകൾ പഞ്ചവായുക്കൾ തന്നെയാണ് ഉചിതമായിട്ടുമുള്ളത്. അതായത് പ്രാണൻ മുതലായ 5 വായുക്കൾ, 5 ജ്ഞാനേന്ദ്രിയങ്ങൾ, 5 കർമ്മേന്ദ്രിയങ്ങൾ, പിന്നെ മനസ്സ് എന്നീ 16ന്റെയും സ്പന്ദ രൂപങ്ങളായ വികാരങ്ങൾ. എന്നാൽ ഭാവനോപനിഷത്തിലെ പൃഥിവ്യപ്തേജോ വായുവാകാശ ശ്രോത്രത്വചക്ഷുർജിഹ്വാഘ്രാണ വാക്പാണിപാദപായൂപസ്ഥാനീ മനോവികാരഃ കാമാകർഷണ്യാദി ഷോഡശ ശക്തയഃ എന്ന 14ാമത്തെ മന്ത്രത്തിന്റെ വ്യാഖ്യാനത്തിൽ ശ്രീ ഭാസ്കര റായർ പഞ്ചഭൂതങ്ങൾ എന്ന് തന്നെയാണ് അർത്ഥം പറഞ്ഞിരിക്കുന്നതും. 16 ഗുപ്തയോഗിനികളുടെ പേരുകൾ കാമാകർഷിണി, ബുദ്ധ്യാകർഷിണി, അഹങ്കാരാകർഷിണി, ശബ്ദാകർഷിണി, സ്പർശാകർഷിണി, രൂപാകർഷിണി, രസാകർഷിണി, ഗന്ധാകർഷിണി, പിന്നെ ചിത്താകർഷിണി, ധൈര്യാകർഷിണി, സ്മൃത്യാകർഷിണി, നാമാകർഷിണി, ബീജാകർഷിണി, ആത്മാകർഷിണി, അമൃതാകർഷിണി, ശരീരാകർഷിണി, ഇങ്ങനെ 16 ശക്തികളാണ് ഈ ആവരണത്തിന്റെ ദേവതകൾ. സർവാശാ പരിപൂരക ചക്രം എന്ന പേരുള്ള ഷോഡശതല കമലത്തിൽ ഈ ഗുപ്തയോഗിനികളുടെ സ്ഥാനം വീഡിയോയിലെ ചിത്രത്തിൽ കാണാവുന്നതാണ്. ഇനി യോഗിനി ഹൃദയത്തിൽ കൊടുത്തിട്ടുള്ള ആവരണ ദേവതകളുടെ വിവരണവും അതിൻ്റെ വാസനാഭാഗവും നമുക്ക് നോക്കാം. ഷോഡശ സ്പന്ദ സന്തോഹേ ചമത്കൃതിമയീ കലാഹ പ്രാണാദി ഷോഡശാനാം തു വായൂനാം പ്രാണനാത്മികാഃ അന്തരംഗതയാ ഗുപ്താ യോഗിന്യഃ സവ്യവസ്ഥിതാഃ കാമാകർഷണരൂപാദ്യാഃ സൃഷ്ടേഃ പ്രാധാന്യതഃ പ്രിയേ. ഷോഡശ സ്പന്ദാഃ ഷോഡശ വികാര. 16 വികാരങ്ങൾ എന്നത് 16 സ്പന്ദങ്ങളാണ്. അത് നേരത്തെ പറഞ്ഞു. പ്രാണാദി ഷോഡശാനാം തു വായൂനാം പ്രാണനാത്മികാഃ. ശ്രീ അമൃതാനന്ദനാഥർ ദീപികാ വ്യാഖ്യാനത്തിൽ പറഞ്ഞിട്ടുള്ളത് സ്പന്ദാഹ ഷോഡശവികാര ഭൂതേന്ദ്രിയമനാംസി തേഷാം സന്തോഹഃ. അതായത് സ്പന്ദം എന്നത് പഞ്ചഭൂതങ്ങൾ, 10 ഇന്ദ്രിയങ്ങൾ, മനസ്സ് എന്നീ 16ന്റെയും വികാരങ്ങളുടെ സമൂഹമാണ് എന്നാണ്. എന്നാൽ ഇതിന് ശ്രീ ഭാസ്കര റായർ സേതുബന്ധത്തിൽ കൊടുത്തിട്ടുള്ള വിവരണം ഈ രീതിയിലാണ്. ഷോഡശ സംഖ്യ യേ സ്പന്ദാഹ സ്പന്ദനശീലാഹ പ്രാണാഹ പ്രാണാപാനാദയഃ പഞ്ച ഏകാദശേന്ദ്രിയാണീത്യേവം ഷോഡശഃ ഏതേഷാം മധ്യേ വായുചലനം ഏവ സ്പന്ദനം.
ഇന്ദ്രിയേഷു സ്വസ്വവിഷയാഭിമുഖ്യം ഏവ സ്പന്ദനം ഏതേ സർവേയപി പ്രാണപദവാച്യത്വാത് സ്പന്ദാഹ. അതായത് 16 എന്നുള്ള സംഖ്യ സ്പന്ദങ്ങളെ കുറിക്കുന്നു. സ്പന്ദനശീലമുള്ള പഞ്ചപ്രാണനുകളും ജ്ഞാനേന്ദ്രിയങ്ങൾ, കർമ്മേന്ദ്രിയങ്ങൾ എന്നീ 10, പിന്നെ മനസ്സും കൂടിയ 16 എണ്ണം. ഇവിടെ എന്താണ് സ്പന്ദനം എന്നത് വിശദീകരിക്കുകയാണ്. പ്രാണൻ, അപാനൻ, ഉദാനൻ, സമാനൻ, വ്യാനൻ എന്നീ പഞ്ചവായുക്കളുടെ ഇടയിലുള്ള സഞ്ചാര രൂപത്തിലുള്ള ചലനവും പിന്നെ 10 ഇന്ദ്രിയങ്ങളും അതാത് വിഷയങ്ങളുടെ നേർക്കുള്ള ഓട്ടവും ആണ് സ്പന്ദനം. മനസ്സിൻ്റെ എപ്പോഴുമുള്ള ചലനാത്മകതയാകുന്ന സ്പന്ദനത്തെക്കുറിച്ച് പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട കാര്യമില്ലാത്തത് കൊണ്ട് അത് പറഞ്ഞിട്ടില്ല. ഇവയൊക്കെ വളരെ സൂക്ഷ്മമായിട്ടുള്ള കാര്യങ്ങളാണ്. ഇവയെല്ലാം കൂടിയതാണ് ഷോഡശ സ്പന്ദങ്ങൾ. അവയുടെ സ്വരൂപത്തോടു കൂടിയവരാണ് ഈ 16 ആവരണ ദേവതകൾ. ഷോഡശ വികാരാണാം അപ്രകടത്വാത്. ഈ 16 വികാരങ്ങളെപ്പോലെ പ്രകടമല്ലാതെ അന്തരംഗമായി സ്ഥിതി ചെയ്യുന്നത് കൊണ്ട് ഗുപ്ത യോഗിനികളാണ് കാമാകർഷണ്യാദി 16 ശക്തികൾ. പിന്നെ സർവാശാപൂരണാഖ്യേതു ചക്രേ വാമേന പൂജയേത് പാശാങ്കുശധരാഹ്യേത രക്താ രക്താംബരാവൃതാ സ്വ അഗ്രാദി അപ്രാദക്ഷിണ്യേന ഏവ പൂജയേത് എന്നുള്ള പ്രമാണമനുസരിച്ച് വാമാവർത്തമായി എന്നുവെച്ചാൽ അപ്രദക്ഷിണമായിട്ടാണ് ഈ ഗുപ്തയോഗിനികൾ സ്ഥിതി ചെയ്യുന്നതും അവരുടെ പൂജയിൽ ആരാധിക്കേണ്ടതും. ഈ ഗുപ്തയോഗിനികൾ പാശാങ്കുശം ധരിച്ചവരും രക്താംബരാവൃതാ ചുവന്ന ശരീരകാന്തിയുള്ളവരും ചുവന്ന വസ്ത്രം ധരിച്ചവരുമാണ്. ഇവിടുത്തെ സിദ്ധിയെക്കുറിച്ച് പറയാണ്. പ്രാണശുദ്ധിമയീ സിദ്ധിർ ലഘിമാ ഭോക്തൃരാത്മനഃ ത്രിപുരേശീ ച ചക്രേശി പൂജ്യ സർവോപചാരകൈഹി. ഇതിൻ്റെ വ്യാഖ്യാന ഭാഗം ദീപികയിൽ പറഞ്ഞിട്ടുള്ളത് ഇങ്ങനെയാണ്. അത്ര പ്രാണശബ്ദൗ വായുമാത്ര ഉപലക്ഷണപരഃ തേന വായുലയലക്ഷണായാം ശുദ്ധൗ മനോലയലക്ഷണഃ സമാധിർഭവതി തതഃ തദേകരസഭൂതസ്യ ഭോക്തൃരാത്മനോ ജീവസ്യ യഷ്ടുഃ തദ്ഗുണോ ലഘിമാ സിദ്ധിർഭവതി. ഇവിടെ പ്രാണശബ്ദത്തിന് എല്ലാ വായുക്കളും എന്ന് ഗ്രഹിക്കണം. സമസ്ത വായുക്കളുടെയും ലയരൂപത്തിലുള്ള ശുദ്ധി സംഭവിക്കുമ്പോൾ ത്രിപുടീ സമാന സ്വരൂപ മനോലയ സമാധി എന്ന ഒരു അവസ്ഥ സിദ്ധിക്കുന്നു. ഭോക്താവായ ജീവൻ, അതായത് സാധകന്റെ ഈ ഏകരസഭാവത്തിൽ അതിന് അനുരൂപമായ ആത്മലഘുത്വം പ്രാപ്തമാകുന്നു. അതായത് ശുദ്ധീകരിക്കപ്പെട്ട അന്തരാത്മാവ് ഭാരം കുറഞ്ഞ് ലഘുവാകുന്നു എന്നർത്ഥം. അതുതന്നെയാണ് ലഘിമാ സിദ്ധി. അത് സാധിച്ചു കൊടുക്കുന്ന അതീശയായതുകൊണ്ട് ത്രിപുരേശി എന്ന് ഈ ആവരണത്തിൻ്റെ ചക്രനായിക അറിയപ്പെടുന്നു. ഇവിടെ പറഞ്ഞ ഈ ഏകരസഭാവമാകുന്ന അഭിലാഷം സാധ്യമാവുന്നത് കൊണ്ടാണ് ഈ ആവരണത്തിന് സർവാശാപരിപൂരക ചക്രം എന്ന പേര് സിദ്ധിച്ചത് എന്നും പറഞ്ഞിരിക്കുന്നു. ആശാനാമ അതൃപ്തസ്യ പദാർത്ഥാന്തരേഷു സ്പൃഹ തസ്യാഹ സർവസ്യാഹ സ്പൃഹായാഹ പരിപൂരകം നിത്യപരിപൂർണ തൃപ്തിലക്ഷണ പരമശിവ സാമരസ്യ പ്രതിപാദനേന. എന്നുവെച്ചാൽ ലൗകിക പദാർത്ഥങ്ങളിൽ തൃപ്തി പ്രാപിച്ചിട്ടില്ലാത്ത മനസ്സിൻ്റെ സകല അഭിലാഷങ്ങളുടെയും നിത്യപരിപൂർണ തൃപ്തി ശിവസാമരസ്യമാകുന്ന ഏകരസ അനുഭൂതിയിൽ കൂടി സാധിച്ചു തരുന്നത് കൊണ്ട് സർവാശാപരിപൂരക ചക്രം എന്ന് അറിയപ്പെടുന്നു. ഈ ആവരണത്തിൻ്റെ മുദ്രാശക്തി സർവവിദ്രാവിണി മുദ്രയാണ്. സൃഷ്ടിസ്ഥിതി കർത്തവ്യങ്ങൾ ചാക്രികമായി ആവർത്തിക്കുന്നു എന്ന് പറഞ്ഞ 3ാമത്തെ ആവരണത്തിലെ സർവസംക്ഷോഭിണി മുദ്രയുടെ മുൻപിലത്തെ സ്ഥിതിയെയാണ് 2ാമത്തെ ആവരണത്തിലെ ഈ സർവവിദ്രാവിണി മുദ്ര ധരിപ്പിക്കുന്നത്. അതായത് സൃഷ്ടിക്ക് ശേഷമുള്ള സ്ഥിതി കർത്തവ്യത്തിൻ്റെ തുടക്കം, ജ്യേഷ്ഠാശക്തിയുടെ പ്രവേശനം. ക്ഷുബ്ധ വിശ്വസ്ഥിതികരി ജ്യേഷ്ഠ പ്രാചുര്യമാശ്രിത. അതായത് വാമാശക്തിയുടെ വമനമാകുന്ന സൃഷ്ടിയുടെ ക്ഷോഭം ജ്യേഷ്ഠാശക്തിയുടെ ആഗമനം കൊണ്ട് സ്ഥിതമാകുന്നു എന്ന് വെച്ചാൽ പാലനക്രിയ തുടങ്ങുമ്പോൾ ക്ഷോഭം ശമിക്കുന്നു എന്ന് യോഗിനി ഹൃദയം പറയുന്നു. സർവവിദ്രാവിണി മുദ്ര. എന്താണ് വിദ്രാവണം എന്ന് വെച്ചാൽ അനുഗ്രഹോ നാമ വിദ്രാവണം. വിദ്രാവണത്തിന് ഇവിടെ അനുഗ്രഹം എന്നാണ് അർത്ഥം. എന്താണ് ആ അനുഗ്രഹം? ശരീരഘടക സാമാന്യ ധർമ്മവത്വം മുച്യത്തെ
ഈദൃശ വിശേഷ സാമാന്യ ധർമ്മയോർ യോഗേന സർവാനുഗ്രഹകാരിണി ഇത്യുച്യത്തെ അനുഗ്രഹോ നാമ വിദ്രാവണം. അതായത് ജീവജാലങ്ങളുടെ ശരീരഘടനകളും പ്രവർത്തന ക്രമങ്ങളും സാമാന്യമായ വിധത്തിലും അതാതിന് ആവശ്യമായ ചില വിശേഷ ധർമ്മങ്ങളനുസരിച്ചും വിധാനം ചെയ്ത് പ്രപഞ്ച വ്യവസ്ഥകളോടും ദേശം കാലം മുതലായ പരിമിതികളോടും കൂടി യോജിച്ച വിധത്തിൽ തിട്ടപ്പെടുത്തി പ്രപഞ്ചത്തിൻ്റെ ക്രമാനുസരണമുള്ള ഗതി ഉറപ്പുവരുത്തുന്നത് തന്നെയാണ് സ്ഥിതികാരിണിയായ ജ്യേഷ്ഠാശക്തിയുടെ ആ അനുഗ്രഹം. ഈ മുദ്രയുടെ പ്രദർശന രീതി ഇങ്ങനെയാണ്. ഋജുരൂപ മധ്യമാ തർജന്യോഹോ കനിഷ്ഠികാനാമികയോശ്ച സംയോഗരൂപിണി. ചെറുവിരലുകളുടെയും മോതിരവിരലുകളുടെയും അറ്റം ചേർത്ത് പിടിച്ച് ചൂണ്ടുവിരലുകളും നടുവിരലുകളും നിവർത്തിപ്പിടിക്കുന്നതാണ് സർവവിദ്രാവിണി മുദ്ര പ്രദർശിപ്പിക്കുന്ന രീതി. അത് വീഡിയോയിൽ കാണിച്ചിട്ടുള്ള ചിത്രത്തിൽ നിന്നും മനസ്സിലാക്കാം. നിവർത്തിപ്പിടിച്ചിരിക്കുന്ന ചൂണ്ടുവിരലുകളും നടുവിരലുകളും വാമാ ജ്യേഷ്ഠാശക്തികളെയാണ് കുറിക്കുന്നത്. ഇനി ഏറ്റവും ഒടുവിലത്തെ ആവരണം ത്രൈലോക്യമോഹന ചക്രം എന്ന പേരുള്ള ഭൂപുരത്തിൻ്റെ വിവരണമാണ് അടുത്ത 4 ശ്ലോകങ്ങളിലായി കൊടുത്തിട്ടുള്ളത്. ഓരോ വശത്തും കവാടത്തോടു കൂടിയ 3 ചതുരരേഖകളാണ് ഭൂപുരം അഥവാ ഭൂപുരത്രയം എന്ന പേരുള്ള പ്രഥമാവരണം ത്രൈലോക്യമോഹന ചക്രം. ഇതിലെ ആവരണ ദേവതകൾ ഓരോ രേഖയിലും, അതായത് 3 ചതുരശ്ര രേഖകൾ ഉള്ളതിൽ ഓരോ ചതുരശ്രത്തിലുമായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്. ഏറ്റവും ഉള്ളിലുള്ള ചതുരരേഖയിൽ 10 മുദ്രാശക്തികളും നടുവിലുള്ള ചതുരരേഖയിൽ ബ്രാഹ്മി മുതലായ അഷ്ടമാതൃക്കളും ഏറ്റവും പുറത്തുള്ള ചതുരശ്ര രേഖയിൽ അണിമ മുതലായ 10 സിദ്ധികളുമാണ് സ്ഥിതി ചെയ്യുന്നത്. ത്രൈലോക്യമോഹനം എന്ന ഈ ആവരണത്തിൻ്റെ പേര് സൂചിപ്പിക്കുന്ന തത്വം എന്താണ്? കർമ്മകരണ കർത്തൃവ്യുത്പത്യ മേയമാന മാതൃലക്ഷണം ത്രൈലോക്യം തസ്യ മോഹനം തിരോധായകം അദ്വൈത പ്രതീത്യുത്പാദനേന. ഈ ലോകത്തിൽ അറിയുന്നവൻ, അറിവ്, അറിയപ്പെടുന്നത് എന്നീ ത്രിപുടി തന്നെയാണ് കർത്താകരണം കർമ്മം, അതായത് ചെയ്യുന്നയാൾ, ചെയ്യുന്നത്, അതിൻ്റെ ഫലം എന്നിങ്ങനെ പരിണമിക്കുന്നത്. അതുതന്നെയാണ് ത്രൈലോക്യം എന്ന് വെച്ചാൽ ലോകത്തെ സംബന്ധിച്ച് 3 എണ്ണം. മോഹനം എന്ന് പറഞ്ഞാൽ മറയ്ക്കുക അഥവാ ഇല്ലാതാക്കുക. അദ്വൈത ദൃഷ്ടി ഉണ്ടാക്കി ഈ ത്രിപുടീഭാവത്തെ മറയ്ക്കുന്നത് കൊണ്ട് ത്രൈലോക്യമോഹനം എന്ന് ഈ ചക്രം അറിയപ്പെടുന്നു. ലൗകികതയെ മറച്ച് ആധ്യാത്മികതയിലേക്ക് വിരൽ ചൂണ്ടുന്ന ആദ്യത്തെ ഘട്ടമാണ് ശ്രീചക്ര ആരാധനയിൽ ഈ ആദ്യ ആവരണത്തിൻ്റെ ഉപാസനയിൽ സംഭവിക്കുന്നത് എന്ന് പറയാം. ഇതിൽ ഭൂപുരത്തിൻ്റെ ഏറ്റവും ഉള്ളിലത്തെ രേഖയിലുള്ള മുദ്രാശക്തികളെ പറ്റി പറയാണ് 46, 47 ശ്ലോകങ്ങളിൽ. അതിൽ പ്രത്യേകിച്ച് ആദ്യത്തെ 46 ശ്ലോകത്തിൽ 10 മുദ്ര സർവത്രിഖണ്ഡ മുദ്രയാണ് സൂചിതം. 46 ശ്ലോകം നോക്കാം. മുദ്രാസ്ത്രിഖണ്ഡയാ സഹ സംവിന്മയ്യ സമുച്ഛ്രിതാ സർവാഃ ആദിമഹീഗൃഹവാസ ഭാസ ബാലാർക്കകാന്തിഭിഃ സദൃശഃ. ശ്ലോകത്തിൻ്റെ അർത്ഥം ഇങ്ങനെയാണ്. 2ാമത്തെ വരിയിലെ അവസാനത്തെ വാക്ക് സർവാഹ, അത് ആദ്യം എടുക്കണം. സർവാഹ മുദ്രാഹ ത്രിഖണ്ഡയാ സഹ. സർവത്രിഖണ്ഡ മുദ്രയോടുകൂടിയുള്ള സകല മുദ്രകളും, അതായത് ആകെ 10 മുദ്രാശക്തികളും സംവിന്മയ്യ ജ്ഞാനരൂപിണികളായും സംവിത് സ്വരൂപിണികളായും സമുച്ഛ്രിതാഹ ഉത്കർഷത്തോടു കൂടിയവരായും, പിന്നെ ഏറ്റവും അവസാനത്തെ വരി ഭാസ ബാലാർക്കകാന്തിഭിഃ സദൃശഃ ബാലസൂര്യന്റെ കാന്തിക്ക് സമമായ പ്രകാശത്തോടു കൂടിയവരായും ആദി മഹീഗൃഹവാസാഹ. മഹീഗൃഹം എന്ന് വെച്ചാൽ ഭൂഗൃഹം, അതായത് ഭൂപുരം. അതിൻ്റെ സൃഷ്ടിക്രമത്തിൽ ആദ്യത്തെ ഏറ്റവും ഉള്ളിലുള്ള ഭൂപുരരേഖയിൽ സ്ഥിതി ചെയ്യുന്നു. ജാഗ്രത്, സ്വപ്ന, സുഷുപ്തി എന്നീ 3 അവസ്ഥകളാണ് 3 ലോകങ്ങൾ, ത്രൈലോക്യം. ഈ 3 അവസ്ഥകളിൽ കൂടിയാണല്ലോ പ്രപഞ്ചാനുഭവം ജീവികൾക്ക് സിദ്ധിക്കുന്നത്. ഇവിടെ തുരീയം, തുരീയാതീതം ഒന്നും സാമാന്യമായി ആർക്കും പ്രാപ്യമല്ല. അതുകൊണ്ട് പ്രപഞ്ച സൃഷ്ടി മുഴുവനുമായി പൂർത്തിയായ ഘട്ടത്തെയാണ് ഈ പ്രഥമ ആവരണം
3 ചതുരശ്ര രേഖകളെ കൊണ്ടുള്ള ഭൂപുരം, ത്രൈലോക്യ മോഹന ചക്രം ദ്യോതിപ്പിക്കുന്നത്. അപ്പോൾ ഈ പ്രഥമ ആവരണമാകുന്ന ഭൂപുരത്തിൻ്റെ ഉള്ളിൽ നിന്നും പുറത്ത് എന്ന സൃഷ്ടിക്രമത്തിൽ ആദ്യത്തെ രേഖയിൽ, അതായത് ഏറ്റവും ഉള്ളിലുള്ള ചതുരശ്ര രേഖയിൽ എല്ലാ മുദ്രകളും, സർവത്രിഖണ്ഡ വരെയുള്ള 10 മുദ്രകളും പരദേവതയുടെ സംവിത് ശക്തി സ്വരൂപിണികളായി ബാലസൂര്യൻ്റെ അരുണവർണ്ണത്തോടു കൂടിയവരായി സ്ഥിതി ചെയ്യുന്നു എന്ന് അർത്ഥം. അന്തർഭൂപുര രേഖയിലെ ആവരണ ദേവതകളായ ദശമുദ്രാദേവികളുടെ സ്ഥാനം വീഡിയോയിൽ കൊടുത്തിട്ടുള്ള ചിത്രത്തിൽ നോക്കാവുന്നതാണ്. ക്രിയാശക്തിസ്തു വിശ്വസ്യ മോദനാത് ദ്രാവണാത് തഥാ മുദ്രാഖ്യാസാ യഥാ സംവിത് അംബികാ ത്രികലാമയി. മുദ്രാശക്തിയുടെ നിർവചനം പറയുന്ന യോഗിനി ഹൃദയം ചക്രസങ്കേതത്തിലെ ഈ ശ്ലോകം നേരത്തെ തന്നെ നമ്മൾ 37, 38 ശ്ലോകങ്ങളുടെ വിവരണത്തിൽ നോക്കിയതാണ്. അതൊന്നും കൂടി ആവർത്തിക്കുകയാണ്. അതായത് സൃഷ്ടിക്കപ്പെട്ട പ്രപഞ്ചത്തിൽ ക്രിയാശക്തിയുടെ രൂപത്തിൽ ചിത്ശക്തി മോദനാത്ത് പ്രപഞ്ചമായി സ്വയം വ്യാപിക്കുന്നതിൽ ആനന്ദിക്കുന്നത് കൊണ്ടും, ദ്രാവണാത്ത് ആ ആനന്ദത്തെ ക്രമാനുസൃതമായി പ്രപഞ്ചമാകെ ഒഴുക്കുന്നത് കൊണ്ടും, വ്യാപിപ്പിക്കുന്നത് കൊണ്ടും, എന്ന് വെച്ചാൽ ദേശം, കാലം, ത്രിപുടി മുതലായ ഈ പ്രപഞ്ചത്തിന് മാത്രം യോജിച്ചതായ ചില വ്യവസ്ഥകളിൽ കൂടി അതിനെ വഴി നടത്തുന്നത് കൊണ്ടും സംവിദംബിക ത്രികലാമയി മുദ്രാഖ്യ, വാമാജ്യേഷ്ഠ രൗദ്രി എന്നീ 3 കലകളായിട്ടുള്ള 3 അംശങ്ങളുടെ സമഷ്ടി രൂപമായിട്ടുള്ള അംബിക മുദ്രാശക്തി എന്ന് അറിയപ്പെടുന്നു. സംവിദംബിക മുദ്രാഖ്യ, സംവിദ് സ്വരൂപിണിയായ അംബിക മുദ്രാരൂപം സ്വീകരിക്കുന്നു. എന്താണത്? ഇതിൻ്റെ ദീപികാ വ്യാഖ്യാനത്തിൽ ശ്രീ അമൃതാനന്ദനാഥർ ഇങ്ങനെ വിശദീകരണം കൊടുത്തിരിക്കുകയാണ്. യഥാ വിമർശശക്തി വിശ്വരൂപേണ വിഹർത്തും ഇച്ഛതി തഥാ ക്രിയാശക്തിർഭൂത്വാ സ്വവികാരഭൂതസ്യ വിശ്വസ്യ പരചിദാനന്ദലക്ഷണേന മോദനേന തദൈകരസ്യ ലക്ഷണേന ദ്രാവണേന ച മുദ്രാഖ്യാം ആപന്നേത്യർത്ഥഃ. അതായത് വിമർശശക്തി ചിത്ശക്തിയായി പ്രപഞ്ചത്തിൻ്റെ രൂപത്തിൽ വിഹരിക്കാൻ ഇച്ഛിക്കുമ്പോൾ ക്രിയാശക്തിയായി മാറി തൻ്റെ തന്നെ പരിണാമമായ വിശ്വത്തെ പരചിദാനന്ദത്തിൻ്റെ അംശഭൂതമായ ലൗകിക ആനന്ദത്തിൽ മോദിപ്പിക്കുന്നു. ആ ആനന്ദരസം വിശ്വമാകെ ദ്രവിപ്പിക്കുന്നു, ഒഴുക്കുന്നു. പ്രപഞ്ചത്തിൻ്റെ വിവിധ ഘടനകളെയും ക്രമങ്ങളെയും വ്യവസ്ഥപ്പെടുത്താനായി വ്യാപിക്കുന്ന ക്രിയാശക്തിയാണ് വിവിധ ശക്തി അംശങ്ങളായി ശ്രീചക്രത്തിലും വിവിധ രൂപങ്ങളിൽ ആവരണ ദേവതകളായി നിറയുന്നത്. അതുകൊണ്ട് നമ്മൾ പ്രദർശിപ്പിക്കുന്ന ദശമുദ്രകളുടെ സൂക്ഷ്മ രൂപത്തിലുള്ളവളും ഉപാസനയിൽ ചെയ്യുന്ന ആ മുദ്രകളുടെ പ്രദർശനം കൊണ്ട് മോദിക്കുന്നവളും, അതായത് സന്തോഷിക്കുന്നവളും സാക്ഷാൽ ശ്രീ അംബികയാണ് എന്ന് സാരം. ദശമുദ്ര സമാരാധ്യ എന്നത് ശ്രീ ലളിതാ സഹസ്രനാമത്തിലെ ഒരു നാമമാണ്. നോക്കൂ, ശ്രീ ലളിതാ സഹസ്രനാമത്തിൽ ഈ 3 നാമങ്ങളുടെ ക്രമം എങ്ങനെയാണെന്ന്. ത്രിപുരാംബിക, ദശമുദ്ര സമാരാധ്യ, ത്രിപുരാശ്രീ വശങ്കരി. 976, 977, 978 നാമങ്ങൾ. ഈ 3 നാമങ്ങളുടെയും ഒരുമിച്ചുള്ള സൂക്ഷ്മാർത്ഥം പറയുകയാണെങ്കിൽ, ത്രിപുരാംബിക, ത്രിപുരം സൃഷ്ടിച്ച അംബികയെ ദശമുദ്ര സമാരാധ്യ, ദശമുദ്രകളാൽ നന്നായി ആരാധിക്കുമ്പോൾ, സമാരാധ്യ എന്ന് വെച്ചാൽ മുദ്രകളുടെ സൂക്ഷ്മതത്വം മനസ്സിലാക്കി ആരാധിക്കുമ്പോൾ, വെറുതെ 10 വിരലുകൾ കൊണ്ട് മുദ്രകൾ കാണിച്ചാൽ മാത്രം പോരാ, അതിൻ്റെയൊക്കെ തത്വാർത്ഥം കൂടി മനസ്സിലാക്കി ആ ഭാവം മനസ്സിൽ ഉൾക്കൊണ്ട് വേണം മുദ്രകൾ പ്രദർശിപ്പിക്കാൻ. അങ്ങനെ ആരാധിക്കുമ്പോൾ ത്രിപുരാശ്രീയെ വശപ്പെടുത്തി കൊടുക്കുന്നു. ത്രിപുരാശ്രീ വശങ്കരി. എന്താണ് ത്രിപുരാശ്രീ? ത്രിപുടി ലയം ആകുന്ന ഐശ്വര്യം. ഇതൊന്നും ശ്രീ ലളിതാ സഹസ്രനാമത്തിൻ്റെ ഒരു വ്യാഖ്യാനത്തിലും കാണില്ല. വാസന എന്ന് പറയുന്ന തത്വാർത്ഥ ഗ്രഹണത്തിൻ്റെ ആഴങ്ങളിലേക്ക് മുങ്ങുമ്പോഴാണ് ഇങ്ങനെയുള്ള മുത്തുക്കളൊക്കെ കിട്ടാൻ തുടങ്ങുക. അപ്പോൾ വാമ, ജ്യേഷ്ഠ, രൗദ്രി എന്ന 3 രൂപത്തിൽ, ഈ 3 സൃഷ്ടിസ്ഥിതി സംഹാര ശക്തികളുടെ രൂപത്തിൽ വിശ്വമാകെ വ്യാപിച്ചിരിക്കുന്നത് കൊണ്ട്, ശ്രീചക്രമാകുന്ന വിശ്വം മുഴുവനും വ്യാപിച്ചിരിക്കുന്നത് കൊണ്ട് സർവത്രിഖണ്ഡ എന്ന ഒരു സുപ്രധാന മുദ്രാശക്തിയായും അറിയപ്പെടുന്നു. ത്രിഖണ്ഡാരൂപമാപന്ന സദാ സന്നിധികാരിണി സർവസ്യ ചക്രരാജസ്യ വ്യാപിക പരികീർത്തിത. സർവസ്യ ചക്രരാജസ്യ വ്യാപിക. ശ്രീചക്രം മുഴുവനും വ്യാപിച്ചിരിക്കുകയാണ് എന്ന് പറഞ്ഞാൽ ഈ പ്രപഞ്ചം മുഴുവനും
സൃഷ്ടിസ്ഥിതി സംഹാര രൂപത്തിൽ നിറഞ്ഞിരിക്കുന്നവൾ എന്ന് അർത്ഥം. പ്രപഞ്ചത്തിലെ ഓരോ വസ്തുവും ഓരോ ജീവജാലവും ഉണ്ടാകുന്നു, കുറച്ചുനാൾ നിലനിൽക്കുന്നു, പിന്നെ നശിക്കുന്നു. ഇത് തന്നെയാണ് പ്രപഞ്ചത്തിൽ അനവരതം നടന്നുകൊണ്ടിരിക്കുന്ന സൃഷ്ടിസ്ഥിതി സംഹാരം. പല രീതിയിൽ പല തലങ്ങളിൽ ചാക്രികമായി ഒരു സൈക്ലിക്കലായി ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നതാണ് ഈ മൂന്നും. ഈ മൂന്നും നടത്തുന്ന വാമാജ്യേഷ്ഠ രൗദ്രീ ശക്തികളുടെ രൂപത്തിൽ പ്രപഞ്ചം മുഴുവനും വ്യാപിച്ചിരിക്കുന്നത് കൊണ്ട് ത്രിഖണ്ഡ ശക്തി, 3 ഖണ്ഡങ്ങളോട് കൂടിയവൾ, 3 അംശങ്ങളായിട്ട് ഉള്ളവൾ. ഈ സർവത്രിഖണ്ഡാമുദ്രയുടെ സൂക്ഷ്മതത്വം ശ്രീ ഭാസ്കര റായർ സേതുബന്ധത്തിൽ പറഞ്ഞിട്ടുള്ളത് ഇങ്ങനെയാണ്: വാമാദിത്രയ സമഷ്ടി രൂപത്വാത് താഹ പ്രകാശാംശ ദക്ഷിണാങ്കുലയ, ഇച്ഛാദിത്രയ സമഷ്ടി രൂപത്വാത് താ വിമർശാംശ വാമാങ്കുലയ, താസാം ഏകത്ര സംയോജനാത് ഈക്ഷണസ്യ താദൃശ ത്രിതയയുഗലൈക്യ രൂപതാ ചേതി വാസന ധ്വനിതേത്യാഹു. ദക്ഷിണാങ്കുലയ, അതായത് വലത്തെ കൈവിരലുകൾ വാമാജ്യേഷ്ഠ രൗദ്രി എന്നീ 3 ശക്തികളുടെ സമഷ്ടിയെയും, വാമാങ്കുലയ ഇടത്തെ കൈവിരലുകൾ ഇച്ഛാത്രിതയം ഇച്ഛാജ്ഞാനക്രിയാശക്തികളുടെ സമഷ്ടിയെയും പ്രതിനിധാനം ചെയ്യുന്നവയാണ്. ആ 2 കൈവിരലുകളും യോജിക്കുമ്പോൾ ശിവശക്തി സാമരസ്യത്തിൻ്റെ കാര്യമായ സൃഷ്ടിസ്ഥിതി സംഹാരം എന്നീ 3 മാത്രമല്ല, ഈ പ്രപഞ്ചദശയിലെ ത്രിഖണ്ഡമായിട്ടുള്ള 3 സകലതും ചിത്ശക്തി സ്വരൂപിണിയായ ശ്രീ മഹാത്രിപുരസുന്ദരിയുടെ ആധിക്യത്തിൽ സംഭവിക്കുന്നു എന്ന തത്വം ഉണർത്തുന്നതാണ് ത്രിഖണ്ഡാമുദ്ര. ത്രിപുടിയെ സൂചിപ്പിക്കുന്ന ശ്രീചക്ര ആവരണങ്ങളുടെ ചക്രേശികളുടെ പേരുകളിൽ സൂചിതമായിരിക്കുന്ന ത്രിപുരം തന്നെയാണ് മുദ്രയുടെ രൂപത്തിൽ ഈ സർവത്രിഖണ്ഡാമുദ്രയിൽ പ്രദർശിപ്പിക്കപ്പെടുന്നത് എന്നതുകൊണ്ട് സർവപ്രധാനവും ഏറ്റവും പവിത്രവും അതുകൊണ്ട് തന്നെ ഏറ്റവും രഹസ്യവുമാണ് സർവത്രിഖണ്ഡാമുദ്ര. സർവത്രിഖണ്ഡാമുദ്രയുടെ പ്രദർശന രീതി, അതിൻ്റെ രൂപചിത്രം ചിത്രത്തിൽ കാണിച്ചിട്ടുമുണ്ട്. 3 ഖണ്ഡെന്ന് പറഞ്ഞാൽ 3 അവസ്ഥകളും കൂടിയാണ്. ജാഗ്രത്, സ്വപ്ന, സുഷുപ്തി അവസ്ഥകൾ. വ്യത്യസ്തമായ 3 തരം അനുഭവങ്ങളിൽ കൂടി കടന്നു പോകുന്ന ഈ 3 അവസ്ഥകളും മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം 3 വ്യത്യസ്ത ലോകങ്ങളാണ്. ത്രിഖണ്ഡാമുദ്രയുടെ ഈ 3 ഖണ്ഡങ്ങൾ ഈ 3 അവസ്ഥകളാകുന്ന 3 ലോകങ്ങളെ കുറിക്കുന്നവയുമാണ്. ഇനി 47-ാമത്തെ ശ്ലോകത്തിൽ ബാക്കിയുള്ള 9 മുദ്രകളെ സൂചിപ്പിക്കുകയാണ്. 47-ാമത്തെ ശ്ലോകം: ആധാരനവകമസ്യ നവചക്രത്വേന പരിണതം യേന നവനാഥശക്തയോപി ച മുദ്രാകാരേണ പരിണതാസ്തേന. അർത്ഥം നോക്കാം. അസ്യാഹ പരദേവതയുടെ ആധാരനവകം 9 ആധാരചക്രങ്ങളും യേന ഏത് കാരണത്താൽ നവചക്രത്വേന പരിണതം 9 ചക്രങ്ങളായി പരിണമിച്ചുവോ തേന ആ കാരണത്താൽ നവനാഥശക്തയോഹോ അപി നവനാഥന്മാരുടെ ശക്തികളാകുന്ന വാമാദി 9 ശക്തികളും മുദ്രാകാരേണ സർവസംക്ഷോഭിണി മുതലായ മുദ്രകളുടെ രൂപത്തിൽ പരിണതാഹ പരിണമിച്ചിരിക്കുന്നു. 46-ാം ശ്ലോകത്തിൽ പ്രസ്താവിച്ച ഭൂപുരത്തിൻ്റെ ആദ്യ രേഖയിലെ, അതായത് ഏറ്റവും ഉള്ളിലുള്ള രേഖയിലെ മുദ്രാശക്തികളെക്കുറിച്ച് തന്നെയാണ് ഇവിടെയും പറയുന്നത്. 10-ാമത്തെ മുദ്രയായ സർവത്രിഖണ്ഡാമുദ്രയെക്കുറിച്ച് കഴിഞ്ഞ ശ്ലോകത്തിൽ പറഞ്ഞതാണ്. ബാക്കിയുള്ള 9 മുദ്രകളെയാണ് ഇവിടെ വിവരിക്കുന്നത്. ശ്ലോകത്തിൻ്റെ ആകെ കൂടിയുള്ള അർത്ഥം ഇങ്ങനെയാണ്: പരദേവതയായ ശ്രീ മഹാത്രിപുരസുന്ദരിയുടെ മൂലാധാരം മുതൽ 9 ആധാരചക്രങ്ങളും ശ്രീചക്രത്തിൻ്റെ 9 ആവരണങ്ങളായി പരിണമിച്ചിരിക്കുന്നത് പോലെ നവനാഥന്മാരുടെ ശക്തികളായ വാമ മുതലായ 9 ശക്തികളും സർവസംക്ഷോഭിണി മുതലായ 9 മുദ്രാശക്തികളുടെ രൂപമായി പരിണമിച്ചിരിക്കുന്നു എന്ന് അർത്ഥം. 9 മുദ്രാശക്തികൾ ആരൊക്കെയാണ് എന്നുള്ളത് ഇതുവരെ നമ്മൾ നോക്കിയ ഓരോ ആവരണ വിവരണത്തിൻ്റെ ഒടുവിലും മനസ്സിലാക്കിയതാണ്. ഈ ത്രൈലോക്യമോഹന ചക്രമാകുന്ന ഭൂപുരത്തിൻ്റെ മുദ്രാശക്തി സർവസംക്ഷോഭിണി മുദ്രയാണ്. ആ മുദ്രയുടെ തത്വാർത്ഥ വിവരണം കുറച്ച് കഴിഞ്ഞ് നോക്കാം. അപ്പോൾ 9 മുദ്രകൾ സർവസംക്ഷോഭിണി, സർവവിദ്രാവിണി, സർവാകർഷിണി, സർവവശങ്കരി, സർവോന്മാദിനി, സർവമഹാങ്കുശ, സർവഖേജരി,
സർവബീജ, പിന്നെ സർവയോനി എന്നീ മുദ്രാശക്തികളാണ്. ആധാരനവകം മുദ്രാശക്തയ എന്നത് ഭാവനോപനിഷത്ത് 13-ാം മന്ത്രമാണ്. ഇതിന്റെ വ്യാഖ്യാനത്തിൽ ശ്രീ ഭാസ്കര റായർ മൂലാധാരാദി ഷട്കം ഊർധ്വ അധസഹസ്രദളകമലേ ദ്വേ ലംബികാഗ്രം ഏകം ഇതി നവ ആധാരാഹ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് മൂലാധാരം മുതൽക്കുള്ള 6 ആധാരങ്ങൾ, പിന്നെ മൂലാധാരത്തിലും സഹസ്രാരത്തിലുമായി യഥാക്രമം സ്ഥിതി ചെയ്യുന്ന കുളപത്മം, അകുളപത്മം എന്നീ 2 ചക്രങ്ങൾ, നാവിൻ്റെ മൂലത്തിലുള്ള ലംബികാഗ്രം, ഈ 9 ശരീരത്തിലെ നവ ആധാരങ്ങളായി പറഞ്ഞിരിക്കുന്നത്. പിന്നെ വാമാദി നവശക്തികൾ. ആരാണ് ഈ വാമാദി 9 ശക്തികൾ? ശ്രീ കാമകലാവിലാസത്തിൽ ഇച്ഛാജ്ഞാനം ക്രിയയാ ശാന്തേതി എന്ന് തുടങ്ങുന്ന 24-ാം ശ്ലോക വിവരണത്തിൽ നമ്മൾ മനസ്സിലാക്കിയതായിരുന്നു. അതായത് ഇച്ഛ, ജ്ഞാനം, ക്രിയ, ശാന്ത എന്നീ 4 ശക്തികൾ ഊർധ്വമുഖ ത്രികോണങ്ങളായ ശ്രീചക്രത്തിൻ്റെ ശിവചക്രങ്ങളാണ് എന്നും വാമാജ്യേഷ്ഠ രൗദ്രി അംബിക പരാശക്തികൾ ശ്രീചക്രത്തിൻ്റെ അധോമുഖ ത്രികോണങ്ങളാകുന്ന ശക്തിചക്രങ്ങളാണ് എന്നും നേരത്തെ തന്നെ നമ്മൾ അറിഞ്ഞിരുന്നതാണ്. ഇവരാണ് വാമാദി നവശക്തികൾ. ചിദ്വല്ലി, ആനന്ദോല്ലാസം മുതലായ വ്യാഖ്യാനങ്ങളിൽ കൂടുതൽ വിശദീകരണം ശ്രീ കാമകലാവിലാസത്തിൻ്റെ ഈ 47-ാം ശ്ലോകത്തിന് വ്യാഖ്യാനമായി കൊടുത്തു കാണുന്നില്ല. നവനാഥ ശക്തികൾ എന്ന് മാത്രമാണ് പറഞ്ഞിട്ടുള്ളത്. ശ്രീവിദ്യയിലെ നവനാഥ ഗുരുക്കന്മാരെ കുറിച്ച് ഭാവനോപനിഷത്ത് ഭാഷ്യത്തിൽ ശ്രീ ഭാസ്കര റായർ പറയുന്നത് ഇങ്ങനെയാണ്: ശ്രീ ഗുരോഹോ താവത്ത് ദിവ്യസിദ്ധ മാനവഭേദേന രൂപത്രയം തത്ര ഏകൈകം പുനഃ ത്രിവിധം ഇതി പ്രകാശാനന്ദനാഥാദി സുഭഗാനന്ദനാഥാന്ത ഭേദേന നവരൂപത തന്ത്രേ പ്രസിദ്ധ. അതായത് ശ്രീഗുരു ദിവ്യൗഘം, സിദ്ധൗഘം, മാനവൗഘം എന്നീ 3ആയും വീണ്ടും ഓരോ ഔഘത്തിലും 3 ഭേദത്താൽ ശ്രീ പ്രകാശാനന്ദനാഥർ മുതൽ ശ്രീ സുഭഗാനന്ദനാഥർ വരെയുള്ള 9 ഗുരുനാഥന്മാരുടെ സമൂഹമായും വിളങ്ങുന്നു എന്നത് തന്ത്രങ്ങളിൽ പ്രസിദ്ധമാണ് എന്ന് അർത്ഥം. ശ്രീചക്ര നവാവരണ പൂജയിൽ ഈ നവനാഥന്മാരും ഗുരുമണ്ഡലാർച്ചനം എന്ന ഒരു അനുഷ്ഠാന ക്രിയയിൽ ആരാധിക്കപ്പെടുന്നുണ്ട്. പ്രഥമ ത്രികോണത്തിൻ്റെ ഇടത്തെ രേഖയിൽ ശ്രീ പ്രകാശാനന്ദനാഥർ, ശ്രീ വിമർശാനന്ദനാഥർ, ശ്രീ ആനന്ദാനന്ദനാഥർ, മുകളിലുള്ള രേഖയിൽ ശ്രീ ജ്ഞാനാനന്ദനാഥർ, ശ്രീ സത്യാനന്ദനാഥർ, ശ്രീ പൂർണ്ണാനന്ദനാഥർ, പിന്നെ വലതുവശത്തുള്ള രേഖയിൽ ശ്രീ സ്വഭാവാനന്ദനാഥർ, ശ്രീ പ്രതിഭാനന്ദനാഥർ, ശ്രീ സുഭഗാനന്ദനാഥർ എന്നിങ്ങനെയാണ് നവനാഥ ഗുരുക്കന്മാരുടെ ആരാധന. എന്നാൽ ഈ നവനാഥന്മാരുടെ ശക്തികളാണോ വാമാദി 9 ശക്തികൾ എന്നതിന് എവിടെയും വിശദീകരണം കാണുന്നില്ല. ഈ ശ്ലോകത്തിന് കൂടുതലായിട്ടൊന്നും പറയാനില്ല. അടുത്ത 48-ാമത്തെ ശ്ലോകത്തിൽ ഭൂപുരത്തിൻ്റെ മധ്യരേഖയിലുള്ള ആവരണ ദേവതകളെ വിവരിക്കുകയാണ്. ആരാണവർ? ബ്രാഹ്മ്യാദി അഷ്ടമാതൃക്കൾ. 48-ാം ശ്ലോകം: അസ്യാസ്ത്വഗാദി സപ്തകമാകാരശ്ചൈവമഷ്ടകം സ്പഷ്ടം ബ്രാഹ്മ്യാദി മാതൃരൂപം മധ്യമഭൂബിംബമേതദധ്യാസ്തേ. ഇതിനെ സന്ധി പിരിച്ച് വായിക്കുമ്പോൾ ഇങ്ങനെയായിരിക്കും: അസ്യാഹ ത്വഗാദി സപ്തകം ആകാരശ്ച ഏവം അഷ്ടകം സ്പഷ്ടം ബ്രാഹ്മ്യാദി മാതൃരൂപം ഏതത് മധ്യമഭൂബിംബം അധ്യാസ്തേ. അപ്പോൾ പദങ്ങളുടെ അർത്ഥം നോക്കാം. അസ്യാഹ പരദേവതയായ ശ്രീ മഹാത്രിപുരസുന്ദരി ദേവിയുടെ ത്വഗാദി സപ്തകം, ത്വക്ക്, അസ്ഥി എന്നിങ്ങനെ 7 ധാതുക്കളും, ആകാരശ്ച ഈ 7 ധാതുക്കളുടെയും സമഷ്ടിയായ ആകാരവും, ഏവം അഷ്ടകം സ്പഷ്ടം ഇപ്രകാരം സ്പഷ്ടമായ 8ഉം ബ്രാഹ്മ്യാദി മാതൃരൂപം ബ്രാഹ്മി മുതലായ അഷ്ടമാതൃക്കളുടെ രൂപം പ്രാപിച്ച് ഏതത് മധ്യമഭൂബിംബം ഈ പൃഥിവീചക്രമാകുന്ന ചതുരസ്രത്തിൻ്റെ നടുവിലുള്ള രേഖയിൽ അധ്യാസ്തേ അധിഷ്ഠിതമായി ഇരിക്കുന്നു. അതായത് ശ്രീ മഹാത്രിപുരസുന്ദരിയുടെ ത്വക്ക്, അസ്ഥി മുതലായ 7 ധാതുക്കളും പിന്നെ അവയുടെ സമഷ്ടി രൂപവും കൂടിയുള്ള 8ഉം ബ്രാഹ്മി, മാഹേശ്വരി, കൗമാരി, വൈഷ്ണവി, വാരാഹി, മാഹേന്ദ്രി, ചാമുണ്ട, മഹാലക്ഷ്മി എന്നീ 8 മാതൃക്കളുടെ സ്പഷ്ടമായ രൂപം പ്രാപിച്ച് ഭൂപുരം ആകുന്ന ത്രൈലോക്യ മോഹന ചക്രത്തിൻ്റെ മധ്യരേഖയിൽ സ്ഥിതി ചെയ്യുന്നു എന്ന് അർത്ഥം. മധ്യഭൂപുര രേഖയിലെ ആവരണ ദേവതകളായ അഷ്ടമാതൃക്കളുടെ സ്ഥാനം
വീഡിയോയിൽ ചേർത്തിട്ടുള്ള ചിത്രത്തിൽ കാണാവുന്നതാണ്. പ്രസിദ്ധമായ സപ്തധാതുക്കളിൽ ത്വക്ക് പെടില്ല. അതുകൊണ്ടാണോ എന്തോ ഇവിടെ പ്രസ്താവിച്ചിട്ടുള്ള 7 ധാതുക്കൾ എന്തൊക്കെയാണ് എന്ന് വ്യാഖ്യാതാക്കൾ കൃത്യമായി വിശദീകരിച്ചിട്ടില്ല. യോഗിനി ഹൃദയത്തിലും ത്വഗാദി എന്ന് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. മാതൃകാ സ്ഥൂലരൂപത്വാത് ത്വഗാദി വ്യാപകത്വതഃ യോഗിന്യഃ പ്രകടാജ്ഞേയാഃ സ്ഥൂല വിശ്വപ്രധാത്മനി. ഇതിന്റെ ദീപികാ വ്യാഖ്യാനത്തില് മാതൃകാ സ്ഥൂലരൂപത്വാത് വൈഖരി അവയവത്വാത് ച ത്വഗാദി ധാതൂനാം സ്ഥൂല ശരീര അവയവത തദ് വ്യാപകത്വാത് ത്രൈലോക്യമോഹനചക്രസ്യ സ്ഥൂല വിശ്വംഭരാത്മകത്വാത് ച തദ് അന്തർഗതാഃ സിദ്ധയോഃ ബ്രാഹ്മ്യാദ്യാഃ ച പ്രകടാജ്ഞേയ ഇത്യർത്ഥഃ. അതായത് പരാപശ്യന്തി മധ്യമ വൈഖരി എന്നീ ശബ്ദങ്ങളുടെ ഉത്പത്തിയിൽ സ്ഥൂലഭാവത്തിലെത്തിയ വൈഖരി വാക്കിന്റെ അവയവങ്ങളായ അകാരം മുതൽ ക്ഷകാരം വരെ 50 മാതൃകാക്ഷരങ്ങളായി വികസിച്ച് സ്ഥൂല വൈഖരി രൂപത്തിന്റെ ആധാരമായും ത്വഗാദി വ്യാപത്വത പരദേവതയുടെ ശരീര അവയവങ്ങളിൽ ഏറ്റവും സ്ഥൂലമായ അഥവാ പ്രകടമായ ത്വക്ക്, രക്തം, മാംസം, മേധ, അസ്ഥി, മജ്ജ, ശുക്ലം, ഓജസ് എന്നീ അഷ്ടധാതുക്കളായി വ്യാപിച്ച് സ്ഥിതി ചെയ്യുന്നത് കൊണ്ടും ത്രൈലോക്യമോഹന ചക്രത്തിൻ്റെ വിശ്വംഭരാത്മകത എന്ന് വെച്ചാൽ പൂർണ്ണമായ പ്രാപഞ്ചികത കൈവരിച്ചിരിക്കുന്നത് കൊണ്ടും ഭൂപുരം ആകുന്ന ഇവിടെ സ്ഥിതി ചെയ്യുന്ന ബ്രാഹ്മി മുതലായ അഷ്ടമാതൃക്കൾ പ്രകടയോഗിനികൾ എന്ന് അറിയപ്പെടുന്നു. ഇവിടെ ഗോപ്യം, രഹസ്യം, നിഗർഭത ഒന്നുമില്ലാത്തതുകൊണ്ട് എല്ലാം പ്രകടമാണ് എന്ന് അർത്ഥം. ആയുർവേദ ശാസ്ത്രപ്രകാരം ധാതുക്കൾ 7 മാത്രമാണ്, സപ്തധാതുക്കൾ. അതിൽ ആദ്യത്തെ ധാതു രസം ആണ്, ത്വക്ക് അല്ല. ത്വക്ക് കൊണ്ട് പൊതിഞ്ഞ ശരീരത്തിൻ്റെ ഉള്ളിലുള്ളവയാണ് ധാതുക്കൾ. രസം, രക്തം, മാംസം, മേധ, അസ്ഥി, മജ്ജ, ശുക്ലം എന്നിങ്ങനെ 7. ബ്രാഹ്മ്യാദി അഷ്ടമാതൃക്കൾക്കും വേറെ വേറെ ധ്യാന ശ്ലോകങ്ങൾ യോഗിനി ഹൃദയത്തിൽ കൊടുത്തിട്ടുണ്ട്. ഇനി 49-ാമത്തെ ശ്ലോകത്തിൽ ഭൂപുരത്തിൻ്റെ ബാഹ്യരേഖയിലുള്ള ആവരണ ദേവതകൾ അണിമാതി 10 സിദ്ധികളെ വിവരിക്കുകയാണ്. 49-ാമത്തെ ശ്ലോകം. അണിമാതി സിദ്ധയോസ്യാഹ സ്വീകൃത കമനീയ കാമിനീ രൂപാഹ വിദ്യാന്തരഫലഭൂതാ ഗുണഭാവേനാന്ത്യഭൂനികേതനഗാഹ. ഈ ശ്ലോകത്തിന്റെ അന്വയക്രമം ഇങ്ങനെയാണ്. വിദ്യാന്തര ഫലഭൂതാഹ അസ്യാഹ അണിമാതി സിദ്ധയഃ സ്വീകൃത കമനീയ കാമിനീ രൂപാഹ ഗുണഭാവേന അന്ത്യഭൂനികേതനഗാഹ. ഇനി പദങ്ങളുടെ അർത്ഥം മനസ്സിലാക്കാം. വിദ്യാന്തര ഫലഭൂതാഹ, ശ്രീവിദ്യയിൽ നിന്നും വ്യത്യസ്തമായ വിദ്യകളുടെ ഫലത്താൽ, അസ്യാഹ അണിമാതി സിദ്ധയഃ പരദേവതയുടെ അണിമ മുതലായ സിദ്ധി ദേവതകൾ, സ്വീകൃത കമനീയ കാമിനീ രൂപാഹ മനോഹര സ്ത്രീരൂപം ധരിച്ച്, ഗുണഭാവേന പരിത്യജിക്കപ്പെടേണ്ട അപ്രധാന ഗൗണഭാവത്താൽ, അന്ത്യഭൂ നികേതനഗാഹ ചതുരസ്രത്തിൻ്റെ ഏറ്റവും ഒടുവിലുള്ള രേഖയിൽ സ്ഥിതി ചെയ്യുന്നു. ഇവിടെ വിദ്യാന്തര ഫലഭൂത എന്നത് ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനമായ ഒരു പ്രയോഗമാണ്. എന്താണ് ഇതിൻ്റെ അർത്ഥം? 2 രീതിയിൽ ഇതിനർത്ഥം പറയാം. വിദ്യാന്തര ഫലഭൂത, ശ്രീവിദ്യയാകുന്ന ഉപാസനാമാർഗത്തിൻ്റെ ലക്ഷ്യമായിട്ടുള്ള മോക്ഷഫലത്തിൽ നിന്നും അന്യമായിട്ടുള്ള ഫലങ്ങൾ ലക്ഷ്യമാക്കിയിട്ടുള്ളത്. എന്താണത്? കേവലം ഐഹികമായ സിദ്ധികൾ നേടുക എന്ന് മാത്രം ലക്ഷ്യമാക്കിയിട്ടുള്ളത് എന്നും, മറ്റൊരർത്ഥത്തിൽ ശ്രീവിദ്യയിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള ഹഠയോഗം പോലെയുള്ള ഐഹിക സിദ്ധിദായകങ്ങളായ മറ്റു വിദ്യകളുടെ ഫലത്തെ കൊടുക്കുന്നത് എന്നും 2 അർത്ഥത്തിൽ. 2ൻ്റെയും അർത്ഥം ഒന്ന് തന്നെയാണ്. സുഗതിഭ്രംശങ്ങളായ ഈ സിദ്ധികൾ മോക്ഷം എന്ന പരമോന്നത സിദ്ധിയെ അപേക്ഷിച്ച് ഗൗണഫലങ്ങളാണ്. ഈ ശ്ലോകത്തിൽ ഗുണഭാവേന എന്നുള്ള പദങ്ങൾക്ക് ഉപസർജന ഭാവേന എന്നാണ് ശ്രീ നടനാനന്ദനാഥർ ചിദ്വലിയിൽ അർത്ഥം പറഞ്ഞിരിക്കുന്നത്. അതായത് ഉപേക്ഷിക്കപ്പെടേണ്ട, അപ്രധാനമായ, നിസ്സാരമായ എന്ന ഭാവത്തിൽ.
അപ്പോൾ ഈ 49 ശ്ലോകത്തിൻ്റെ അർത്ഥം ഇങ്ങനെയാണ്: പരദേവതയായ ശ്രീ മഹാത്രിപുര സുന്ദരിയുടെ അണിമ മുതലായ 10 സിദ്ധികൾ കമനീയമായ സ്ത്രീരൂപം ധരിച്ചവരായി ശ്രീവിദ്യാ സാധനയുടെ പരമോന്നത ലക്ഷ്യമായ ആത്മസാക്ഷാത്കാര രൂപ മോക്ഷപ്രാപ്തി എന്ന ഉത്തുംഗ ഫലത്തിന് വിപരീതമായ ഉപേക്ഷിക്കപ്പെടേണ്ട ഫലങ്ങളെ കൊടുക്കുന്നവ ആയതുകൊണ്ട് ശ്രീചക്രത്തിലെ ഭൂപുരത്തിൻ്റെ ഏറ്റവും പുറത്തുള്ള ചതുരശ്രരേഖയിൽ സ്ഥിതി ചെയ്യുന്നു എന്ന് അർത്ഥം. അണിമ, ലഘിമ, മഹിമ, ഈശിത്വം, വശിത്വം, പ്രാകാമ്യം, ഭുക്തി, ഇച്ഛ, പ്രാപ്തി, പിന്നെ സർവകാമം എന്നീ 10 സിദ്ധികളാണ് ത്രൈലോക്യമോഹന ചക്രത്തിൻ്റെ ബാഹ്യരേഖയിൽ സ്ഥിതി ചെയ്യുന്ന ഏറ്റവും ഒടുവിലത്തെ പ്രകടയോഗിനി ഗണം. ബഹിർഭൂപുര രേഖയിലെ ആവരണ ദേവതകളായ 10 സിദ്ധികളുടെ സ്ഥാനം വീഡിയോയിൽ ചേർത്തിട്ടുള്ള ചിത്രത്തിൽ കാണാവുന്നതാണ്. ആത്മസാക്ഷാത്കാരം ഒന്നു മാത്രമാണ് ശ്രീവിദ്യോപാസനയുടെയും ശ്രീചക്ര പൂജനത്തിൻ്റെയും ലക്ഷ്യവും പ്രയോജനവും. പാരമാർത്ഥികമായ ജീവൻ മുക്തിക്കുള്ള വഴി തെളിയിക്കുന്ന അധ്യാത്മശാസ്ത്രങ്ങളിൽ വ്യാവഹാരികമായ സിദ്ധികൾക്ക് ഒരു പ്രാധാന്യവുമില്ല എന്നതുകൊണ്ട് അവയെ തുച്ഛമായി ഉപേക്ഷിക്കണം എന്നതാണ് ശ്രീചക്ര ആരാധനയുടെ ആദ്യത്തെ പടിയായി തന്നെ ഭൂപുരത്തിൻ്റെ പ്രഥമ രേഖയിൽ തന്നെ സാധകർക്ക് നിസ്സംശയം ബുദ്ധിയിൽ ഉറക്കേണ്ട ദൃഢമായ ജ്ഞാനം. അതുകൊണ്ട് അണിമാതി സിദ്ധികൾ ഭൂപുരത്തിൻ്റെ ഏറ്റവും പുറത്തുള്ള രേഖയിൽ സ്ഥിതി ചെയ്യുന്നു. യോഗിനി ഹൃദയത്തിൽ അണിമാതി സിദ്ധികളെ വിവരിക്കുന്നത് ഇങ്ങനെയാണ്: അണിമാദ്യ മഹാദേവി സിദ്ധയോ അഷ്ടൗ വ്യവസ്ഥിതാഃ താസ്തു രക്തതരാ വർണ്ണൈർ വരാഭയകരാസ്തഥ ധൃതചിന്താമഹാരത്നാ മനീഷിത ഫലപ്രദാഃ. കടും ചുമപ്പ് നിറമുള്ളവരും വര അഭയമുദ്രകൾ ധരിച്ചവരുമായ അണിമ മുതലായ 10 സിദ്ധികൾ അഭീഷ്ടഫലം പ്രദാനം ചെയ്യുന്ന ചിന്താരത്നം, ചിന്താമണി എന്ന മഹത്തായ രത്നം ധരിച്ച് ഇവിടെ സ്ഥിതി ചെയ്യുന്നു എന്ന് അർത്ഥം. പ്രസിദ്ധമായിട്ടുള്ള സിദ്ധികൾ 8 പക്ഷേ ദീപിക, സേതുബന്ധം ഈ 2 വ്യാഖ്യാനങ്ങളിലും അഷ്ടശബ്ദത്തിന് 10 എന്നുള്ള ഉപലക്ഷണമാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഏറ്റവും സ്ഥൂലവും ഏറ്റവും ബാഹ്യവുമായ ഈ ആവരണത്തിൻ്റെ ചക്രേശ്വരി കേവല ത്രിപുടി രൂപം പ്രതിനിധാനം ചെയ്യുന്നത് കൊണ്ട് ത്രിപുര എന്ന് മാത്രമാണ് ഈ ത്രൈലോക്യമോഹന ചക്രത്തിൻ്റെ ചക്രേശ്വരിയുടെ പേര്. ചിത്ശക്തിയായ ത്രിപുര എന്ന അർത്ഥത്തിൽ അല്ല എന്നത് പ്രത്യേകം ഓർക്കണം. നേരത്തെ പറഞ്ഞിട്ടുള്ളതുപോലെ ശ്രീചക്രത്തിലെ ആവരണങ്ങളിലെ ചക്രേശ്വരികളുടെ പേരുകളുടെ വിവക്ഷ അതാത് ആവരണങ്ങളിൽ അവരവരുടെ നിർദ്ദിഷ്ട സ്ഥാനധർമ്മം അനുസരിച്ച് മാത്രമാണ്. പ്രഥമ ആവരണമായ ഈ ത്രൈലോക്യമോഹന ചക്രത്തിൻ്റെ സിദ്ധി അണിമാ സിദ്ധിയാണ്. കാര്യശുദ്ധിർഭവ സിദ്ധിരണിമാ ചാത്ര സംസ്ഥിത എന്ന് യോഗിനി ഹൃദയം. ചെയ്യുന്ന പ്രവൃത്തിയാണ് കാര്യം. പ്രവൃത്തിയാകുന്ന കർമ്മശുദ്ധിയിൽ ഉൽപ്പന്നമാവുന്നതാണ് അണിമാ സിദ്ധി. അണോരണീയാൻ ഇതി ശ്രുത്യുക്ത അണീയസി കാരണേ വിദ്യമാനസ്യ ആത്മനോ അണിമാ സിദ്ധ്യതി ഇതി അണിമാ സിദ്ധി. അണിമ എന്ന് വെച്ചാൽ അതിസൂക്ഷ്മം. കഠോപനിഷത്തിൽ അണോരണീയാൻ എന്നാണ് ആത്മസ്വരൂപത്തെ അതിസൂക്ഷ്മത്തിലും സൂക്ഷ്മം എന്ന് നിർവചിച്ചിരിക്കുന്നത്. ആ ആത്മാവിലാണ് സൂക്ഷ്മമായ കാരണം എന്ന ഉറച്ച ധാരണയോടെ ശ്രീചക്ര സാധനയിൽ പ്രവേശിക്കുന്ന സാധകന്റെ അല്ലെങ്കിൽ സാധികയുടെ ത്രിപുടീലയത്തിന് വേണ്ട കർമ്മശുദ്ധി വരുത്തി സാധകരുടെ അന്തരാത്മാവിനെ ഉത്കൃഷ്ടവും അതുകൊണ്ട് അതിസൂക്ഷ്മവുമാക്കുന്നത് കൊണ്ട് അണിമാ സിദ്ധി എന്ന് ഈ ആവരണത്തിലെ സിദ്ധി അറിയപ്പെടുന്നു. ഇവിടെ ഒരു കാര്യം നന്നായി മനസ്സിലാക്കണം. ഓരോ ആവരണത്തിലും ചക്രേശികൾ പ്രദാനം ചെയ്യുന്ന സിദ്ധികൾക്കും ഭൂപുരത്തിൻ്റെ ഏറ്റവും ഒടുവിലത്തെ രേഖയിൽ സ്ഥാനം പിടിച്ചിരിക്കുന്ന സിദ്ധി ദേവതകൾക്കും വ്യത്യാസമുണ്ട്. ഭൂപുരത്തിലെ അണിമാതി സിദ്ധികൾ ഐഹിക സിദ്ധികളെ മാത്രം പ്രദാനം ചെയ്ത് ജീവൻ മുക്തിക്കുള്ള ആത്മസാക്ഷാത്കാരത്തിനുള്ള പുരോഗമന മാർഗം തടസ്സപ്പെടുത്തുന്നവരാണ്. എന്നാൽ അത് അതിജീവിച്ച് സാധനയിൽ മുന്നോട്ട് നീങ്ങുന്ന സാധകരുടെ ത്രിപുടീലയം സാധ്യമാവാൻ ഇതേ സിദ്ധിശക്തികൾ തന്നെ ഓരോ ആവരണത്തിലും പ്രത്യേകമായി സ്ഥിതി ചെയ്തുകൊണ്ട് സഹായിക്കുന്നു എന്നതാണ് ശ്രീചക്രത്തിലെ അണിമാതി സിദ്ധികളെ സംബന്ധിച്ച സൂക്ഷ്മതത്വം. ഇത് ശരിയായ രീതിയിൽ മനസ്സിലാക്കിയിരിക്കേണ്ടതാണ്. 10 മുദ്രാശക്തികൾ, 8 മാതൃക്കൾ, 10 സിദ്ധിദേവതകൾ
ഇവരെല്ലാവരുമാണ് പ്രകടയോഗിനികൾ. തത്ര പ്രകടയോഗിന്യഃ ചക്രേ ത്രൈലോക്യമോഹനെ യോഗിന്യഃ പ്രകടാഃ. ഇവിടെ യോഗിനികൾ രഹസ്യ സ്വഭാവമില്ലാത്ത പ്രകടകളായി ഭൂപുരത്തിൻ്റെ 3 രേഖകളിലും സ്ഥിതി ചെയ്യുന്നു. ഭൂപുരത്തിൻ്റെ അന്ത്യരേഖാനിവാസികളാണ് അണിമാതി സിദ്ധി ദേവതകൾ. ബ്രാഹ്മ്യാദി അഷ്ടമാതൃക്കൾ ഭൂപുരത്തിൻ്റെ മധ്യരേഖയിൽ സ്ഥിതി ചെയ്യുന്നവരാണ്. എന്നാൽ ഭൂപുരത്തിൻ്റെ അന്തർരേഖയിലുള്ള മുദ്രാദശകം 10 മുദ്രാദേവികളെക്കുറിച്ച് യോഗിനി ഹൃദയം ഒന്നും പറയുന്നില്ല. നിത്യാഷോഡശികാർണവത്തിലും ഇത് പറഞ്ഞിട്ടില്ല എന്ന് തന്നെയാണ് തോന്നുന്നത്. അതിന് ശ്രീ അമൃതാനന്ദനാഥർ ദീപികാ വ്യാഖ്യാനത്തിൽ പറഞ്ഞിരിക്കുന്നത്, ശ്രീചക്രന്യാസേ മൂലാധാരേ ന്യസേൻ മുദ്രാദശകം സാധകോത്തമഃ ഇതി സൂചിതാഃ അഥ അന്തശ്ചതുരസ്രേ മുദ്രാദശകമപി പൂജയേത് എന്നാണ്. അതായത് മൂലാധാരത്തിൽ 10 മുദ്രകളെയും ന്യസിക്കണം എന്ന് ശ്രീചക്രന്യാസത്തിൽ യോഗിനി ഹൃദയത്തിൽ തന്നെ പൂജാസങ്കേതത്തിലെ 77-ാം ശ്ലോകത്തിൽ പറഞ്ഞിട്ടുള്ളത് കൊണ്ട് ഏറ്റവും ഉള്ളിലുള്ള ചതുരസ്ര രേഖയിൽ ദശമുദ്രകളെയും പൂജിക്കേണ്ടതാണ് എന്ന് അർത്ഥം. ഈ പ്രഥമാവരണമായ ത്രൈലോക്യ മോഹന ചക്രത്തിലെ മുദ്രാശക്തിയുടെ പേര് സർവസംക്ഷോഭിണീ മുദ്ര എന്നാണ്. അതെന്താണ്? യോനി പ്രാചുര്യതഃ സൈഷ സർവസംക്ഷോഭിക പുനഃ വാമാശക്തി പ്രധാനേയം ദ്വാരചക്രേ സ്ഥിത ഭവേത് എന്ന് യോഗിനി ഹൃദയം. ദ്വാരചക്രേ സ്ഥിത. ദ്വാരചക്രം എന്നത് ഭൂപുരത്രയമാണ്. ഇതിൻ്റെ ദീപികാ വ്യാഖ്യാനം, യോനി പ്രാചുര്യാത് സാ സർവസംക്ഷോഭിണി പരാനന്ദ പ്രവണത്വകാരിണി വാമാശക്തി പ്രധാനേയം സർവസംക്ഷോഭിണീ മുദ്ര വാമാശക്തി പ്രധാനത്വാത് സൃഷ്ടി സൃഷ്ടിരേവ ക്ഷോഭ എന്നാണ്. അതായത് നടുവിരൽ, മോതിരവിരൽ, ചെറുവിരൽ ഈ 3ഉം തള്ളവിരലുമായി യോജിക്കുമ്പോൾ 3 ത്രികോണാകൃതികൾ രൂപപ്പെടുന്നു. ത്രികോണം യോനി ആയതുകൊണ്ട് യോനി പ്രാചുര്യം, ത്രികോണങ്ങളുടെ ബാഹുല്യം ഉണ്ടാകുന്നു. യോനി എന്ന് വെച്ചാൽ ഉദ്ഭവസ്ഥാനം എന്നും അർത്ഥമാണല്ലോ. അതുകൊണ്ട് യോനി പ്രാചുര്യം സൃഷ്ടിയെ കുറിക്കുന്നു. സൃഷ്ടി വാമാശക്തിയുടേതായതുകൊണ്ട് വാമാശക്തി പ്രധാനമാണ് ഈ മുദ്ര. ഉയർത്തിപ്പിടിച്ചിരിക്കുന്ന 2 ചൂണ്ടുവിരലുകളും ബിന്ദുവിൽ നിന്നും ആരോഹണം ചെയ്യുന്ന വാമാശക്തിയെ കുറിക്കുന്നു. സൃഷ്ടി തന്നെയാണ് ക്ഷോഭണം, അത് തന്നെയാണ് പരമാനന്ദം എന്നതുകൊണ്ട് സർവസംക്ഷോഭിണീ മുദ്ര പ്രദർശിപ്പിച്ച് പരദേവതയെ വണങ്ങുന്നു. സർവസംക്ഷോഭിണീ മുദ്രയുടെ പ്രദർശന രീതി വീഡിയോയിൽ, ചിത്രത്തിൽ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയും പറഞ്ഞ് ഇന്നത്തെ സംവാദം അവസാനിപ്പിക്കാം. ബാക്കിയുള്ളത് അടുത്ത ഭാഗത്തിൽ തുടരാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.